ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് ഇട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ്. പലരും ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്കിവിടെ പറയാനായിട്ട്. പക്ഷേ ഈ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് വിട്ടുകളയാനുള്ള സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ വളരെ നല്ല ഒരു എനർജിയിലേക്ക് പോകാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ശാന്തമായിരിക്കുമ്പോഴും ചിലപ്പോൾ മദ്യപിക്കാൻ തോന്നുക. ഇനി അതുപോലെ തന്നെ ആരെയെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും അനാവശ്യകരമായ സംസാരം ഉണ്ടാവുക. ഇനി അതുപോലെ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവുക, കള്ളം പറയാനുള്ള പ്രവണത ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും ഉള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ കുറച്ചു നേരം ഒന്ന് സൈലൻസിൽ ഇരുന്നാൽ മാത്രം മതി. ഒന്ന് ആലോചിക്കുക, എന്താണ് വേണ്ടത്. എനിക്കിപ്പോൾ വല്ലാതെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ഇത് നല്ലതിനാണോ എന്നൊന്ന് വെറുതെയെങ്കിലും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എനർജിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. കണ്ടില്ല, വളരെ ഒരു രൗദ്രഭാവമാണ് ഈ ഒരു എനർജി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ജീവിതത്തിൽ ഫെയിലായി പോയി എന്ന് പലപ്പോഴും തോന്നുന്ന സമയമുണ്ടാവാം. അവിടെ ചിലപ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമാവാം, അസൂയ നിറഞ്ഞ ദൃഷ്ടിയാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അല്ല എങ്കിൽ നിങ്ങളെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ വശീകരിക്കാനുള്ള ഒരു ശ്രമമാവാം. അടുത്തു കൂടിയിട്ട് നല്ലതുപോലെ സ്നേഹം പ്രമാണിച്ച്, അല്ല എങ്കിൽ സ്നേഹം നടിച്ച് നിങ്ങളോട് സാമ്പത്തികം വാങ്ങിക്കാനുള്ള പ്രവണത ഉണ്ടാകാം ചില വ്യക്തികൾക്ക്. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് കൂടുതലായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾ ദൈവികമായ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സ് ചിലപ്പോൾ വരില്ലായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജിയുടെ പിടിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അത് സ്വയം ഒന്ന് ചിന്തിക്കണം. പക്ഷെ അങ്ങനെ ചിന്തിച്ച് ക്രമേണ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. മനസ്സിലായി? ഇത് നമ്മൾ ഇപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു വെച്ചാൽ തന്നെയും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇങ്ങനെ ഒരു എനർജി എന്നിലേക്ക് വരുന്നല്ലോ, ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇല്ല എങ്കിൽ ഞാൻ ഇതിലേക്ക് ആണ്ടുപോകും, ഇതെന്റെ ജീവിതത്തിൽ ഒരു വലിയ പരാജയത്തെ കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഇവിടെ വേണ്ടത്. ഇന്നത്തെ ദിവസം നിങ്ങൾ അനാവശ്യമായിട്ട് ആർക്കും ഫോൺ നമ്പർ കൊടുക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തികം കൈമാറുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എനർജി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു സമയദോഷത്തിനാണ് ഈ ഒരു എനർജി വരുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യസമയം വരുന്നുണ്ട്. കണ്ടില്ല, നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വീല് കറങ്ങാൻ തുടങ്ങുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലാണ് നമ്പർ 10 ആണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് പോകും. ഇവിടെ നിങ്ങളത് എൻഡായി, നിങ്ങൾക്ക് ഈ ഒരു സമയദോഷം എൻഡ് ആവുന്നുണ്ട്. എൻഡായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാൻ സാധിക്കും. ഈ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഭാഗ്യത്തെ തരുന്നതാണ്. മനസ്സിലായി? പലപ്പോഴും നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം വരുന്നില്ല, ഞാൻ എപ്പോഴും നിരാശയിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നു, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, എനിക്കൊരു നല്ല സമയം വരില്ലേ എന്നൊക്കെ നിങ്ങൾ ഇവിടെ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു സമയം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിനായിട്ട് കുറച്ചൊന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ആ നല്ല സമയം വരുമ്പോൾ നിങ്ങൾ അതിനെ സ്വീകരിക്കണ്ടേ? അപ്പോൾ അതിനായിട്ട് കുറച്ചൊരു വെയിറ്റിംഗ് അത്യാവശ്യമാണ്. കാരണം ഈ വീല് പതുക്കെ ഉരുണ്ട് വരണ്ടേ?
അപ്പോൾ അതിനായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നുണ്ട്. ഭാഗ്യത്തിൻ്റെതായ സമയം നിങ്ങൾക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ആയിട്ട് നിങ്ങൾ പുതിയ ലൈഫിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ, ഇവിടെ അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും എൻഡ് ആകുന്നു. അങ്ങനെ നിങ്ങളൊരു വലിയ ഒരു പരാജയത്തിൽ നിന്നും മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെയോ ഡെത്താണ് വന്നിരിക്കുന്നത്. സ്റ്റക്കാണ്. സ്റ്റക്നെസ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങളിലും. അല്ലെങ്കിൽ പല ബന്ധങ്ങളും നശിച്ചിട്ടുണ്ടാവാം. ഇവിടെ കണ്ടില്ലേ ഡബിൾ എനർജി വന്നിരിക്കുന്നത്. ഇവിടെ പല ബന്ധങ്ങളും നശിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പല കാര്യങ്ങളും. ഇവിടെ അതുപോലെ ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ പല കാര്യങ്ങളും നിലച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ നിലച്ചു പോയിടത്തു നിന്നുമാണ് നിങ്ങളുടെ ഭാഗ്യം വരുന്നത്. ഇവിടെയാണ് ഒരു റീബർത്ത് ഉണ്ടാവുന്നത്. ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു റീബർത്ത് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നല്ല ചേഞ്ചസിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നഷ്ടപ്പെട്ടു പോയ ആ നഷ്ടബോധം അനുഭവിച്ചിരുന്ന സമയത്ത് നിന്നും നിങ്ങളൊരു ഭാഗ്യ സമയത്തിലേക്ക് വരികയും മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സമയത്ത് വരാൻ കഴിയുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ പ്രത്യേക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെവിള് മേജർ അർക്കാനയാണ്, വീൽ ഓഫ് ഫോർച്യൂൺ മേജർ അർക്കാന, ഡെത്ത് മേജർ അർക്കാന. കണ്ടില്ലേ, 3 പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ടവറാണ്. ഇത് മേജർ അർക്കാന കാർഡ്. കണ്ടല്ലേ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഒരു പരിവർത്തനം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണെന്ന് കാണാം. ഇവിടെ ഈ ഒരു ഡബിൾ എനർജി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നിരിക്കുന്നു. അപ്രതീക്ഷിതമായിട്ട്, അവിചാരിതമായിട്ട് പല നാശനഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഉണ്ടല്ലേ, ഒരു ഇടിമിന്നലേറ്റ് ഏറ്റവും വലിയൊരു കൊട്ടാരം ഇവിടെ തകർന്ന് തരിപ്പണമാകുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്, അവിചാരിതമായിട്ടാണ്. മനസ്സിലായി. കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോഴേക്കും എഴുന്നേൽക്കുമ്പോൾ എന്താണ്? ആ വീട് നശിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും എത്രയും പെട്ടെന്ന്. അതാണ്, കിടന്നുറങ്ങിയ വീട് എത്രയും പെട്ടെന്ന് മിന്നലേറ്റ് തരിപ്പണമാകണമെങ്കിൽ അവിടെ എന്താണ്? അവിചാരിതമായിട്ടാണ്, അത് അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിക്കുന്നത്. ഇവിടെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പരിവർത്തനം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ടവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു പരിവർത്തനം നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യചക്രത്തിന്റെ കറക്കത്തോടുകൂടി, അല്ലെങ്കിൽ ഈ ഒരു ഡെത്ത് സ്റ്റക്കായിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ചില മാറ്റങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നു. അവിടെയാണ് ഈ ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. വളരെ നല്ല എനർജിയാണ്. ഇവിടെ ഒരു പരിവർത്തനത്തിന്റെ സമയമാണ് നിങ്ങൾക്ക്. ഈ പരിവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണ്. പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. പല വിധത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുകയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഈ ഒരു സമയത്ത്. ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ല, അതുവഴിയാണ് സന്തോഷിക്കുക. ഇവിടെ ഒരു പരിവർത്തനം വരുന്നു, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയമാണ്. കാരണം എന്താണ്? നിങ്ങളുടെ ഭാഗ്യസമയമാണ്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം, നശിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു ഭാഗ്യസമയം വരുന്നത് അവിടെയാണ് നിങ്ങൾക്ക് വീണ്ടും സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നത്. ഫുൾ മൂണുണ്ട്, അതുപോലെ ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല ആഘോഷങ്ങളിലും പങ്കുചേരാൻ സാധിക്കുന്നു. എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. പുതിയ ചില കാര്യങ്ങൾ, പുതിയ ജോലിയാവാം, പുതിയ വീടാവാം, വിവാഹമാവാം, കുട്ടികളാവാം, അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സന്തോഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്.
ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവസരങ്ങളാവാം, അല്ല എങ്കിൽ സ്നേഹബന്ധമാകാം, വേർപിരിഞ്ഞ് പോയവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാം, അല്ല എങ്കിൽ അവർക്കൊരു മെസ്സേജ് അയക്കാം, നിങ്ങൾക്ക് അവരുടെ ഒരു മെസ്സേജ്, അവരുടെ ഒരു കോൾ ഒക്കെ വരാനുള്ള സാധ്യത. ഇനി അതുമല്ല എങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് സന്തോഷത്തെ തരുന്നതായിരിക്കാം. ഈ ഒരു സമയത്ത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇതൊരു നല്ലൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഇവിടെ നമുക്ക് കരുതാൻ പറ്റുന്നത്. നൈറ്റല്ലേ, ഒരു പടയാളിയുടെ സ്നേഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവേശകരമായ സ്നേഹമാണ്, ഒരു ക്രിയേറ്റീവ് എനർജിയുടെ ഭാഗമാണിത്. അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ആകപ്പാടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയും സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ ഇതുകൂടി പ്രകാരമുള്ളതാണെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു സന്തോഷത്തിലേക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു, ഒരു ദൈവാനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങൾ നിൽക്കുന്നിടത്ത് സമൂഹത്തിൽ, നിങ്ങൾ പെരുമാറുന്ന സമൂഹം, അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിങ്ങൾക്ക് റാണിയായിട്ട് ശോഭിക്കാൻ കഴിയുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. നിങ്ങളുടെ കഴിവുകൾ അപ്രകാരമുള്ള ചില കഴിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അതുവഴിയുള്ള ചില വ്യക്തികൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വരുന്നുണ്ടാവും. നിങ്ങളൊരു ലീഡർഷിപ്പിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം പോരാടി നേടിയതാണ്. മനസ്സിൽ ഇതെനിക്ക് വേണം, എനിക്ക് അങ്ങനെ മുന്നോട്ട് വരണം എന്ന് നല്ലതുപോലെ വാശി പിടിച്ച് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവണം. ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ട എനർജി ഉണ്ട്. ഈ എനർജിയിൽ നിന്നുമാകണം നിങ്ങളിവിടെ പരിശ്രമിച്ചുകൊണ്ട് ഈ ഒരു സക്സസ് നേടിയെടുത്തത്. നല്ലൊരു സക്സസിൻ്റെതായ എനർജിയാണിത്. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കാൻ കഴിയുന്നത്, ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കുന്നത്, അതോറിറ്റി പവർ ലഭിക്കുന്നത്, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ തക്കതായ ചില കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെയുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് ഇപ്പോൾ നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് കൂടി വരികയാണ്. കോൺഫിഡൻസ് ഉണ്ടായിക്കൊണ്ടല്ല എങ്കിൽ നിങ്ങൾക്ക് അത് നിലനിർത്താൻ സാധിക്കുന്നു. അതുതന്നെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. ഏതൊരു കാര്യത്തിന് മുൻപന്തിയിൽ എത്തണമെങ്കിൽ അവിടെ എന്താണ് വേണ്ടത്? വളരെയധികം കോൺഫിഡൻസോടുകൂടി വേണം വരാൻ. അത് നിലനിർത്താൻ പഠിക്കണം. അത് ശരീരത്തിനും മനസ്സിനും കൊണ്ടുവരേണ്ട ഒന്ന് തന്നെയാണത്. മനസ്സുകൊണ്ട് മാത്രം പവർഫുൾ ആയിരുന്നിട്ട് കാര്യമില്ല. ശാരീരികമായിട്ടും അത്തരത്തിലുള്ള പവർ കൊണ്ടുവന്നേ മതിയാകൂ. അവിടെയാണ് ഒരു സക്സസിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഉണ്ടല്ലേ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്തോ ജോബ് ലഭിക്കാനുള്ളതായിരിക്കണം. എന്തോ ഈ സമയത്ത് നിങ്ങൾക്ക് പുതിയതായിട്ട് ജോബ്, ഇവിടെ അതുപോലെ എനിക്ക് ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയിൽ എന്തോ നേടിയെടുക്കാനുള്ള ആകാംക്ഷയാണ്, മുൻപന്തിയിലേക്ക് വരാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ മുൻപന്തിയിലേക്ക് വരണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ജോബ് ലഭിക്കാൻ പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. സാമ്പത്തികത്തിന്റെ എനർജിയാണ്, കണ്ടില്ലേ. അങ്ങനെ ജോബ് ലഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് സാമ്പത്തികവും വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പുതിയ ഓഫർ വരികയാണ്, നിങ്ങൾക്ക് ജോബിനുള്ള പുതിയ ഓഫർ വരുന്നുണ്ട്. അതിനുള്ള സാധ്യത ഉണ്ടാവാം. ഇന്ന് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോകാൻ കഴിയും. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചിലപ്പോൾ ചെറിയ ചെറിയ ചില ജോലികളാവാം, അവിടേക്ക് ആരെങ്കിലും നിങ്ങളെ ഇന്ന് ക്ഷണിക്കുന്നതാവാം. മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഇന്നത്തെ ദിവസം പോകാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ ഇന്ന് നിങ്ങൾക്കൊരു ഭാഗ്യമുള്ള ദിവസമാണ്. ഇന്ന് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. ഇത്തരത്തിലുള്ള എനർജി, സാമ്പത്തികവും ജോലിയും ഒക്കെ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ അതോറിറ്റി പവർ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. പുതിയ ഒരു ഭാഗ്യത്തിൻ്റെതായ ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഇന്ന് എന്ന് കാണുന്നുണ്ട്. കാർഡ്സൂടെ 2 എടുക്കാവേ.
ഇവിടെ ഡ്രീമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്വപ്നം കണ്ട വ്യക്തി നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഇവിടെ സ്വപ്നം കാണുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു എനർജി വന്നല്ലോ, ഭാഗ്യചക്രം ഉരുളുന്ന എനർജി വന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ഭാഗ്യം വരുന്നുണ്ട്. ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരുന്നു. സ്വപ്നം കാണുന്ന ജീവിതം വന്നു ചേരുന്നു. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ചിലപ്പോൾ വിവാഹത്തിനുള്ള പ്രപ്പോസലുകൾ വരാം. അങ്ങനെ മുന്നോട്ട് വിവാഹത്തിലേക്ക് പോകാം. അത് ആ സ്വപ്നം കാണുന്ന വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. ഇവിടുത്തെ റിബലാണ്. നിങ്ങൾക്കുള്ളിലുള്ള പോരാളിയെ ഉണർത്തണം. എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്? നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണ്. മനസ്സിലായി? നിങ്ങൾ നല്ല പോലെ കഴിവുള്ള വ്യക്തികളാണ്. പക്ഷെ അതിനെ അറിയാതെ ഒരിടത്തിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോരാളി ഉണ്ട് എങ്കിൽ ആ പോരാളിയെ നിങ്ങൾ പുറത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ആയ ഒരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ആവേശത്തോടുകൂടി, ആവേശം ഉണ്ടാവണം. ജോലി ചെയ്തു തീർക്കാനുള്ള ആവേശം, എനിക്ക് ഇത് നേടിയെടുക്കണമെന്നുള്ള ആവേശം ഉണ്ടാവണം. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു പോരാളി ഉണ്ടെങ്കിൽ ആ പോരാളിയെ നിങ്ങൾ കൊണ്ടുവരണം, പുറത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്ത് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കണം നിങ്ങളുടെ വിജയം. എന്തിനോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്? നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യുക. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് എനിക്കൊരു കഴിവില്ലാത്ത വ്യക്തിയാണ്, ഞാൻ ഭീരുവാണെന്നൊക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള അപാരമായ കഴിവിനെ പുറത്തെടുത്ത് നിങ്ങളോട് തന്നെ പറയണമല്ല, എന്നെ കൊണ്ട് ഇത് പറ്റും, എന്നെ കൊണ്ട് ഇത് സാധിക്കും, ഞാനിത് നേടിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലൊരു യോദ്ധാവുണ്ട് എങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരിക. ആ ഒരു എനർജി ഫൈറ്റ് ചെയ്ത് വിജയത്തെ നേടിയെടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് നിങ്ങൾക്കെന്ന് കാണുന്നുണ്ട്. പല വിജയങ്ങളും ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കാൻ ഇന്നത്തെ ദിവസം സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കാണുന്ന കണ്ടില്ലേ, അവയർനെസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രൂപം തന്നെ മാറുകയാണ്. ഈ ഒരു അവയർനെസ് എന്ന് പറയുന്നത് എന്താണ്? അവബോധം വർദ്ധിച്ചു വരുന്ന എനർജിയാണ്. നിങ്ങളിൽ നിന്ന് ഒരു പുതിയ രൂപം വരികയാണ് ഇവിടെ. ഈ പുതിയ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു വളരെയധികം പോസിറ്റീവായ ഒരു എനർജിയിലേക്ക്, ഡിവൈനുമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ സാധിക്കുന്നു. പല കാര്യങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവുണ്ടാകുന്നു, അവബോധം സംഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരു വ്യക്തിയായി മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പഴയ രൂപത്തിൽ നിന്ന് ഒരു പുതിയ രൂപം സ്വീകരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. എന്തുകൊണ്ട്? നിങ്ങളുടെ അവബോധം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തിരിച്ചറിവുണ്ടായിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നാണ് ഇത്. അങ്ങനെ ഒരു നല്ല സക്സസിലേക്ക് നിങ്ങൾക്ക് ഈ സമയം വരാൻ സാധിക്കും. പോസ്റ്റ്പോൺമെന്റ് ആണ്. ഒരു കാര്യങ്ങളും ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പാടില്ല. നാളെ ആട്ടെ, നല്ല സമയമല്ലേ, നാളെ വ്യാഴാഴ്ചയല്ലേ, അപ്പൊ നാളെ തുടങ്ങാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച തുടങ്ങാം, അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തെ ദിവസം തന്നെ തുടങ്ങിയേക്കാം, അല്ലെങ്കിൽ ഓണം വരുന്നല്ലോ ഓണത്തിന് തുടങ്ങാം. ഇങ്ങനെ ഒന്നും വിചാരിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റി ഇങ്ങനെ വെക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ മടി കൊണ്ടാണ്. വർക്ക് ചെയ്ത് മുന്നോട്ട്, എഫേർട്ട് എടുത്ത് മുന്നോട്ട് വരാൻ കഴിവുണ്ട്, അല്ല കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ മാറ്റിവെക്കില്ല. ഒരു കാര്യവും മാറ്റിവെക്കാൻ പാടില്ല. ആക്ഷൻ എടുക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ അത് എടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നത്. മാറ്റിവെച്ച് വരുന്നത് എന്തുകൊണ്ടാണ്? മടിയുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള മടിയെ ഉപേക്ഷിക്കുക, എന്നിട്ട് മുന്നോട്ട് വരിക. ഇവിടെ ഒരു അവബോധം നിങ്ങൾക്ക് ലഭിക്കും, തിരിച്ചറിവുകൾ ഉണ്ടാവും, ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് മുന്നോട്ട് കടക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.